ന്യൂസ് 16 കേരള. തെക്കൻ ഗാസയിൽ UN ഉദ്യോഗസ്ഥനായ ഇന്ത്യൻ പൗരൻ വൈഭവ് അനിൽ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ഇസ്രയേലാണെന്ന സൂചന നൽകി UN. തെക്കൻ ഗാസയിൽ UNന്റെ വാഹനത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ വൈഭവ് അനിൽ കൊല്ലപ്പെട്ടതിനു പിന്നിൽ ഇസ്രയേലാണെന്ന സൂചന നൽകി UN. സൈനിക ടാങ്കിൽ നിന്നാണ് UN ഉദ്യോഗസ്ഥൻ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് UNന്റെ വിശദീകരണം. സാധാരണഗതിയിൽ ഗസയിൽ ടാങ്കുകൾ ഉപയോഗിക്കുന്നത് ഇസ്രയേൽ സൈന്യമാണ്. ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ച് 7 മാസം മുൻപ് ഗാസയിലെ UNന്റെ സുരക്ഷാ സേവന കോർഡിനേറ്ററായി പ്രവർത്തിക്കുകയാണ് വൈഭവ് അനിൽ തിങ്കളാഴ്ച നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. റാഫേലിൽ നിന്ന് ഖാൻ യൂണിസിലെ യൂറോപ്യൻ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയാണ് UNന്റെ പതാകയും സ്റ്റിക്കറുകളും വ്യക്തമായി ശ്രദ്ധയിൽപ്പെടുന്ന വാഹനം ആക്രമിക്കപ്പെടുന്നത്. കാറിലുണ്ടായിരുന്ന വൈഭവ് അനിൽ കാലെ കൊല്ലപ്പെടുകയും കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ജോർദാനിയൻ ജീവനക്കാരന് പരിക്കേൽക്കുകയും ചെയ്തു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ റൂട്ട് അധികൃതർ കൈമാറിയിട്ടില്ലെന്നായിരുന്നു ഇസ്രയേൽ നടത്തിയ വിശദീകരണം. എന്നാൽ റൂട്ട് മാപ്പ് കൃത്യമായി അധികൃതർക്ക് കൈമാറിയതായി UN വക്താവ് റോലാൻഡോ ഗോമസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ വാഹനവ്യൂഹങ്ങളുടെയും റൂട്ടുകൾ ഇസ്രയേൽ അധികാരികളെ അറിയിക്കാറുണ്ടായിരുന്നുവെന്ന് വിശദീകരിച്ചിരുന്നു. വൈഭവും സഹജീവനക്കാരനും സഞ്ചരിച്ചിരുന്ന വാഹനത്തിന്റെ വിവരങ്ങളും കൈമാറിയിരുന്നു. കൂടാതെ UNന്റെ വാഹനമാണെന്ന് കാണിക്കാനുള്ള എല്ലാ അടയാളങ്ങളും പതിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവം വ്യക്തമാക്കുന്നത് ഗസയിൽ ഒരിടവും സുരക്ഷിതമല്ലെന്നാണെന്നും UN വക്താവ് പറഞ്ഞു. ലെവൽ 6 ബുള്ളറ്റ് പ്രൂഫ് വാഹനത്തിലായിരുന്നു ഇരുവരുടെയും സഞ്ചാരം. 7.62 mm വരെയുള്ള ആക്രമണങ്ങൾ തടുക്കാൻ ഇതിനാകും. എന്നാൽ കാലയുടെ പരിക്കുകൾ പരിശോധിക്കുമ്പോൾ അതിലും പ്രഹരശേഷിയുള്ള ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് വ്യക്തമാക്കും. ഈ തെളിവുകളും വിരൽ ചൂണ്ടുന്നത് ഇസ്രയേലിന് നേരെയാണ്. ഒക്ടോബർ 7 ശേഷം ഗാസയിൽ കൊല്ലപ്പെടുന്ന UNന്റെ ആദ്യ വിദേശി പൗരനാണ് വൈഭവ്. കേണലായിരുന്ന വൈഭവ് 2022 ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് വിരമിച്ചത്. തുടർന്ന് അദ്ദേഹം UNന്റെ ഭാഗമായിരുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഗസയിൽ എത്തിയത്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.